കേരളത്തിലെ വോട്ടെടുപ്പ് അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വരെ ലഭ്യമായ കണക്ക് പ്രകാരം 60% പോളിംഗ് നടന്നിട്ടുണ്ട്. ഏതായാലും കൃത്യമായ കണക്ക് വരാൻ ഏതാണ്ട് രാത്രി 8 മണി 9 മണിയെങ്കിലും ആകും. കഴിഞ്ഞ വർഷത്തെ പോളിംഗ് 77.84, 2019 77.8% പോളിംഗാണ് നടന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളം UDF തൂത്തുവാരി കൊണ്ടുപോയി. ഏതാണ്ട് അതിനടുത്ത് ഇത്തവണയും പോളിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ പി. സുജാതൻ, രാമചന്ദ്രൻ എന്നിവരാണ്. രാമചന്ദ്രൻ സാർ, എങ്ങനെ നോക്കുന്നു പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് കേരളം ആർക്കൊപ്പം നിൽക്കും? അതായത് 2019 നടന്ന പോളിംഗ് ശതമാനത്തിൽ 77.78 എന്ന് പറഞ്ഞില്ലേ, 84. അന്ന് ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് ഷെയർ UDF 47.48, LDF 36.29 എന്ന് പറഞ്ഞാൽ 10-11% വ്യത്യാസം UDF LDF ആയിട്ട് വന്നു. അത്രയും ഈ ടേൺ ഔട്ട് വന്നപ്പോൾ വോട്ടർമാർ വോട്ട് ചെയ്തപ്പോൾ NDAക്ക് 15.64% മാത്രമായിരുന്നു. ഓർക്കണം, 15.64%. അതിൽ വലിയ വ്യത്യാസം ഇത്തവണ വരും എന്നാണ് കരുതേണ്ടത്. ബാക്കിയുള്ളവർക്ക് 0.59. അപ്പോൾ ഈ 10-11% വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ സ്വീപ്പായി തൂത്തുവാരി കൊണ്ടുപോയി. ശരിക്കും തൂത്തുവാരി. നമുക്കറിയാം, ആലപ്പുഴയിലും ആരിഫ് ജയിക്കേണ്ടതല്ലായിരുന്നു, രാധാകൃഷ്ണൻ പിടിച്ച കോൺഗ്രസ് വോട്ടുകൾ അതിലൊരു നിർണായക ഘടകമായിപ്പോയി. പിന്നെ SNDP നിന്നത്, ആ ഘടകങ്ങളൊന്നും ഇത്തവണ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഈ ഏതാണ്ട് ഇതിൻ്റെ അടുത്ത് ശതമാനം വരികയും ഒക്കെ ചെയ്താൽ ഈ 10% വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വ്യത്യാസമാണ്, സ്വീപ്പിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ 2019 ഒരു തനിയാവർത്തനത്തിലുള്ള സാധ്യതകളാണ്. അതിലുള്ള ഒരു വ്യത്യാസം ഈ BJPക്ക് കിട്ടുന്ന കൂടുതൽ ശതമാനം, അത് ഇത്തവണ ഒരു 5% ചിലപ്പോൾ ഇത്തവണ കൂടാൻ സാധ്യതയുണ്ട്. അതിലും UDFന്റെ വോട്ട് മാത്രമല്ല ഇത്തവണ തിന്നാൻ പോകുന്നത്, LDFന്റെ CPMന്റെ വോട്ടും കൂടി തിന്നുന്നുണ്ട്. അതുകൊണ്ട് അത് UDFന് വലിയ ഗുണമായിട്ട് തീരാൻ തന്നെയാണ് സാധ്യത. സുജാൻ സാർ എന്ത് പറയുന്നു? എനിക്ക് BJPയുടെ ഷെയർ ഈ തവണ 20-ൽ, ഇപ്പോൾ മിസ്റ്റർ രാമേന്ദ്രൻ പറഞ്ഞതുപോലുള്ള ഒരു 20-ൽ അല്ല, അതിന് കുറച്ചുകൂടെ മുകളിൽ നിൽക്കും. അതാണ് സാധ്യത. മിനിമം ഒരു 20 എന്ന് ഞാൻ പറയുന്നുണ്ട്. അതെ, ഇപ്പോൾ BJP ചില മണ്ഡലങ്ങളിൽ 30-ന്റെ മുകളിൽ പോകാം. അതിപ്പോൾ അല്ല, ഏകദേശം ഒരു 7 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ BJP ഇപ്പോൾ നിർണായകമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു 2-3 പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ 21 49 അസംബ്ലി മണ്ഡലങ്ങളാണ്. അതെ, 49. 50-ലേറെ മണ്ഡലങ്ങൾ അസംബ്ലിക്ക് സെഗ്മെന്റിൽ വരും. അപ്പോൾ ആ തരത്തിൽ നിൽക്കുമ്പോൾ ഇത് 20-25 പോകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഈ BJP വോട്ട് നിർണായകവും വളരെ നിർണായക. അവിടെയൊക്കെ തൊട്ട് അടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ മികച്ചു നിൽക്കുന്നു 2-3 സ്ഥലത്ത്. പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ, ഈ പെർസെൻറ്റേജ് കണക്ക് പറയുമ്പോൾ ആ പെർസെൻറ്റേജ് 25% എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു 10-40 സീറ്റുകൾ ജയിക്കാനുള്ള പെർസെൻറ്റേജാണ്. പക്ഷേ അസംബ്ലിയിൽ പക്ഷേ BJPയുടെ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് ആണ്, ഫോക്കസ്ഡ് അല്ല, സ്കാറ്റേഡ് വോട്ടുകളാണ്. അത് മാത്രമല്ല, മറ്റ് 2 കക്ഷികളും ഒന്നിച്ചു നിന്നാൽ ഇത് പരാജയപ്പെടും. അപ്പോൾ ഇതാണ് ഈ ക്രോസ് വോട്ടിന് ഉള്ള സാധ്യത. പിന്നെ അന്തർധാര എന്നൊക്കെ മുന്നണികൾ പരസ്പരം ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ BJP ജയിക്കുമെന്ന് വന്നാൽ അവിടെ കോൺഗ്രസും CPM കൂടെ യോജിക്കും. അങ്ങനെ ജയിക്കേണ്ട അല്ല, അതിൻ്റെ ഒരു കണക്ക് ഇന്ന് TN പ്രതാപൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബൂത്തിൽ 25 വോട്ടുകൾ വീതം സുരേഷ് ഗോപിക്ക് അനുകൂലമായി CPM ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞാൽ 31,875 വോട്ടുകൾ. അതുകൂടാതെ BJP തൃശ്ശൂർ മണ്ഡലത്തിൽ 28,600 വോട്ടുകൾ, കള്ള വോട്ടുകൾ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട്, സ്ഥലത്തില്ലാത്തവരുടെയൊക്കെ. അങ്ങനെ വന്നാൽ ടോട്ടൽ 59,875 വോട്ടുകൾ
അഡീഷണലായി സുരേഷ് ഗോപിക്ക് കിട്ടും എന്ന് വെച്ചാൽ സുരേഷ് ഗോപി അങ്ങനെ ജയിക്കുമെന്നാണ് TN പ്രതാപൻ പറഞ്ഞതിൻ്റെ ഒരു അതിന് വേറൊരു അർത്ഥമുണ്ട്. TN പ്രതാപൻ K മുരളീധരന്റെ കൂടെ അല്ലായിരുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയുണ്ട്. അല്ല, TN പ്രതാപൻ കൈയൊഴിഞ്ഞ സീറ്റാണത്. അതെ അതെ. അപ്പോൾ അവിടെയാണ് പുള്ളി കൃത്യമായ ഒരു ഡാറ്റയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ 59,875 വോട്ടുകൾ അത് TN പ്രതാപൻ മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്. കാരണം മുരളീധരനെതിരെ പ്രതാപൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പിന്നീട് ആരോപണമായിട്ട് പ്രതാപനെതിരെ വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് അല്ല, എനിക്ക് നമുക്കറിയേണ്ടത് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഡാറ്റയും കണക്കും ശതമാനവും ഒക്കെ എല്ലാവരും പറയും. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നാം. ഇപ്പോൾ പോളിങ്ങിൻ്റെ ട്രെൻഡ്, പോളിംഗ് ഇപ്പോൾ 6 മണി കഴിഞ്ഞു, പോളിംഗ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന 3-4 സീറ്റുകളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ തൃശ്ശൂർ തന്നെ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ? മുതിർന്ന 2 മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ അഭിപ്രായം എന്താ? തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ സാധ്യതയുണ്ട്. കേരളത്തിൽ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അതാണ്. അതിൽ പല ആളുകളും ഈ പൂരം കോൺട്രവേഴ്സി സുരേഷ് ഗോപിക്ക് എതിരാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അത് എതിരല്ല, അത് അനുകൂലം തന്നെ. സുരേഷ് ഗോപിക്ക് എങ്ങനെ എതിരാകാൻ? അതെങ്ങനെ എതിരാകാനാണ്? വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് എതിരാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സുരേഷ് ഗോപി പിടിക്കുന്ന വോട്ടുകളുണ്ടല്ലോ, കൂടുതൽ കിട്ടുന്ന വോട്ടുകൾ, ആ കൂടുതൽ കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് മറ്റേ മുരളീധരൻ തോക്കുകയും സുനിൽകുമാർ ജയിക്കുകയും എന്ന് പറഞ്ഞൊരു തിയറിയാണ് അതിൻ്റെ പ്രണേതാക്കൾ എന്നോട് പറഞ്ഞത്. അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം തുടക്കം മുതലേ വലിയ മുന്നേറ്റം അദ്ദേഹത്തിനുണ്ട്. സ്ത്രീ വോട്ടുകൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ തോറ്റതിനെ തുടർന്നുള്ളൊരു സഹതാപം, ക്രിസ്ത്യൻ വോട്ടുകൾ, SNDP, ഈ വോട്ടുകളൊക്കെ അദ്ദേഹത്തിന് വേട്ടയാടപ്പെട്ട ഒരാളാണ്. അതിൻ്റെതായ സഹതാപം ഒക്കെ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതകളാണ്. സുജാൻ സാർ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പിന്നെ സുരേഷ് ഗോപിക്ക് സാധ്യത ഉണ്ടെന്നല്ല, ജയിക്കും എന്നാണ് പറയുന്നത്. അതെ, അതിന് പല ഘടകങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ ഘടകങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്. കരുവന്നൂർ തുടങ്ങി കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ ഒരു പ്രധാനപ്പെട്ട അരമനയിൽ പോയി. അവിടെ ചെന്ന് അവിടുത്തെ പുരോഹിതനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പുരോഹിതൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ മുരളീധരന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം 2006 മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം, വിഭവങ്ങളുടെ മേജർ ഷെയർ മൈനോറിറ്റിക്ക് പോകണം, ആ മൈനോറിറ്റി നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ് അത് മുസ്ലിം മൈനോറിറ്റി മാത്രമാക്കി. ഞങ്ങളും ഒരു മൈനോറിറ്റിയാണ്, നിങ്ങൾ ആരും ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. പിന്നീട് വന്നിട്ടുള്ള എല്ലാ നടപടികളും മുസ്ലിമിന് അനുകൂലമാണ്. ഇവിടുത്തെ LDFും UDFും മത്സരിച്ച് മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ എന്തിനു സഹായിക്കണം? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയാതെ മുരളീധരൻ വിഷണ്ണനായി ഇറങ്ങിപ്പോരുന്നുവെന്ന് പൈനിയർ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പൈനിയർ പത്രത്തിൽ മാത്രമേ ഈ വാർത്ത കൃത്യമായി വന്നിട്ടുള്ളൂ. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇത് കവർ ചെയ്തിട്ടില്ല, അറിയാത്തതല്ല. അപ്പോൾ ഇങ്ങനെയാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി തൃശ്ശൂരിൽ ചിന്തിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതനാണ് മുരളീധരൻ. പക്ഷേ ആൻഡ്രൂസ് താഴത്തിന് വേറെ അഭിപ്രായമുണ്ട്. അല്ല, വേറെ ആളുകൾ വേറെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അല്ല, അൽമായർക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമെങ്കിലും കിട്ടുകയല്ലേ. അപ്പോൾ അത് സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് ആ ഘടകം. പിന്നീട് LDFിലെ സുനിൽകുമാർ അവിടെ വളരെ പിന്നിലാണ് ഓടുന്നത്. അത് നമ്മൾ നേരത്തെ തന്നെ പല തരത്തിൽ ഒരു പ്രൊപ്പഗാൻഡ സുനിൽകുമാർ എന്തോ ഒരു വലിയ സംഭവമാണ്, സുരേഷ് ഗോപിയെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഒരു PR. പിന്നെ എല്ലാ സംഭവങ്ങളും ഗവൺമെന്റിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിരുന്നു. അവസാനം പൂരം കലക്കിയത്. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ജയിക്കുക? ഇത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ അവസരം സാധാരണഗതിയിൽ ആകസ്മികമായ സംഭവങ്ങളാണ് പലപ്പോഴും ജയത്തിലേക്ക് വരിക. അങ്ങനെ ഒരു സംഭവമായിരുന്നു നനച്ചിരിക്കാതെ പൂരം. അല്ല സാർ, സുജാൻ സാർ, നമ്മൾ തൃശ്ശൂർ പറഞ്ഞു, ഈ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളെ കുറിച്ച് കൊല്ലം ജില്ലക്കാരനായ സുജാൻ സാറിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം സിറ്റി പ്രദേശങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനാണ് പ്രധാനം. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. കോസ്റ്റൽ മേഖല കൊണ്ടാണ്. കോസ്റ്റൽ മേഖലയിൽ വല്ലാതെ തരൂർ ജയിച്ചു. തരൂര്
ഇപ്പോൾ വല്ലപ്പോഴും മാത്രം മണ്ഡലം സന്ദർശിക്കുന്ന ഒരാളാണെന്ന് അവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് വിസിറ്റിംഗ് എം പിയാണ്. വിസിറ്റിംഗ് എം പിയാണ്. അദ്ദേഹം പാർലമെന്റിൽ ഇംഗ്ലീഷൊക്കെ പറയും. കാര്യം ഡിബേറ്റിലൊക്കെ അദ്ദേഹം ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. ടൂറിസ്റ്റ് എം പി എന്നും പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അല്ല വേണ്ടത്. തിരുവനന്തപുരത്തിൻ്റെ സർവ്വതോമുഖമായ വികസനത്തിന് സഹായിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണെന്നും അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രത്തിൽ വരാൻ പോകുന്ന മന്ത്രിസഭയിൽ അദ്ദേഹം ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായിരിക്കും. തിരുവനന്തപുരത്തെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സാധ്യത പലതരം വികസന പ്രവർത്തനങ്ങൾക്ക് ഓങ്ങി നിൽക്കുന്ന തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോകുന്നതല്ലേ നല്ലതെന്ന് അവിടെ എല്ലാ വോട്ടർമാരും ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ രാഷ്ട്രീയം മറക്കാം, രാജീവിനെ ജയിപ്പിക്കാം എന്നൊരു ചിന്തയ്ക്ക് വളരെ വലിയ സ്വാധീനം ഇപ്പോഴുണ്ട്. അപ്പോൾ അവിടെയും സാധ്യതയുണ്ട്. അവിടെ ഇന്ന് ആ തരത്തിൽ സാധ്യതയുണ്ട്. അവിടെ തൃശ്ശൂർ പോലെ സുജാൻ സാർ പക്ഷേ ഉറപ്പ് പറഞ്ഞില്ല. അല്ല, ഉറപ്പ് പറയാത്തത് രാഷ്ട്രീയ ത്രികോണ മത്സരമാണ്. അവിടെ ഈ തീരപ്രദേശത്ത് നന്നായിട്ട് പോളിംഗ് നടന്നിട്ടുണ്ട്. അതെ, അവിടുത്തെ ക്രിസ്ത്യൻ നാടാർ വോട്ട്, അതിൽ പല പല അഭിപ്രായങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. പാറശാല, കോവളം, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ടർമാർ വളരെ നിർണായകമാണ്. ശശി തരൂരിനെ പണ്ട് താങ്ങി നിർത്തിയിട്ടുള്ളതല്ല ഈ പ്രദേശമാണ്. ഈ പ്രദേശത്തെ വോട്ടർമാർ എടുക്കുന്ന ഒരു തീരുമാനം വലിയ അളവിൽ അവിടെ സ്വാധീനിക്കും. അവിടെ രാജീവിന് എന്തുമാത്രം വോട്ട് പിടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർ അക്കാര്യത്തിൽ സഹായിക്കും തോന്നുന്നു. കാരണം തരൂരിനെ വേണ്ട എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണല്ലോ. അല്ല, അതിന് വേറെ കാര്യമുണ്ട്. ശശി തരൂർ അവിടെ വന്ന കാലം മുതൽ കോൺഗ്രസ്സുകാർ പൂർണ്ണമായും അദ്ദേഹത്തോട് സഹകരിച്ചിട്ടില്ല. ആദ്യത്തെ തവണ ഒട്ടുമില്ല. പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ സ്വകാര്യമായി അദ്ദേഹത്തെ എതിർത്ത് അന്ന് സജീവ പത്രപ്രവർത്തകനായിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിനെ കുറിച്ച് എന്താ പറയുന്നത്? ആറ്റിങ്ങൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം അവസാന നിമിഷം മുരളീധരൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വളരെ പിന്നാക്കമായിരുന്നു മുരളി ആയിരുന്നു തുടക്കത്തിലൊക്കെ. പക്ഷെ സർപ്രൈസിംഗില് ആറ്റിങ്ങില് ഭയങ്കര പോളിംഗ് നടന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ. അത് മത്സരം കടുത്തതായിരുന്നു. അതെ. അത് മാത്രമല്ല, CPM ഏറ്റവും തീവ്രമായി അധ്വാനിച്ചിരിക്കുന്ന തെക്കൻ കേരളത്തിലെ ഒരു മണ്ഡലവും ആറ്റിങ്ങലാണ്. തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രന് വേണ്ടി അല്ലായിരുന്നു, CPM-കാർ മുഴുവനും ആറ്റിങ്ങലായി. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറിയാണ് അവിടെ മത്സരിക്കുന്നത്. അവർക്ക് അത് ജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരു വലിയ അധ്വാനം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ സിറ്റിംഗ് MP ആയ അടൂർ പ്രകാശ് വളരെ ശക്തനായൊരു സ്ഥാനാർത്ഥിയാണ്. നന്നായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനുള്ള തന്ത്രങ്ങളെല്ലാം അറിയാവുന്ന ആളാണ്. അവിടെയാണ് V. മുരളീധരൻ മത്സരിച്ചത്. V. മുരളീധരന് ശോഭാ സുരേന്ദ്രൻ 5 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബേസ് ഉണ്ട്. ആ കളത്തിൻ്റെ മുകളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു കൊയ്ത്തുകാരനാകുമോ, ശോഭ വിതച്ചിട്ട് പോയ വിളവെടുപ്പുകാരനാകുമോ എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് കഴിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിലും ഈ അവസാന ഘട്ടം അവിടുത്തെ LDF സ്ഥാനാർത്ഥിയോടൊപ്പമോ 1% മുകളിൽ എത്തി. അതെ, അത് ശോഭയ്ക്ക് 25% വോട്ട് കിട്ടിയിരുന്നു. ഇതെന്തായാലും 30-ന് മുകളിൽ പോകും എന്നുള്ളതാണ് അവസാനത്തെ അവസ്ഥ. അതെ അതെ. അപ്പോൾ സാധ്യത മുരളീധരൻ്റെ സാധ്യതകളും തള്ളിക്കളയാൻ പാടില്ല. മാത്രമല്ല, അവിടുത്തെ പെർസെൻറ്റേജ് വളരെ പ്രധാനമാണ്. എത്ര പെർസെൻറ്റേജ് വോട്ട് അവിടെ പെയ്തു, എന്നിട്ട് അതിന് നമ്മൾ മൂന്നായിട്ട് വായിച്ചിട്ട് ആരും മുന്നിൽ വരും. മാത്രമല്ല, അവിടെ ഈ സാമുദായിക പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം 3 സ്ഥാനാർത്ഥികളും. അതെ അതെ. അല്ല, എനിക്കതുപോലെ ഈ പത്തനംതിട്ട, ആലപ്പുഴ, ഇപ്പോൾ ആലപ്പുഴ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു ജില്ലയാണ്. ഏതാണ്ട് കണ്ണൂരിനോട് ഇപ്പം നിലവിലുള്ള കണക്കനുസരിച്ച് കണ്ണൂരിൻ്റെ കട്ടയ്ക്ക് ആലപ്പുഴയുണ്ട്. ആലപ്പുഴയിലും പോളിംഗ് ശതമാനം ഇങ്ങനെ കൂടുമെന്ന് ആരും കരുതിയിട്ടില്ല. അവിടുത്തെ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ പോളിംഗ് നിലവാരവും കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും സാധ്യതകൾ എങ്ങനെയാണ് രാമേന്ദ്രൻ സാർ? ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ശോഭയ്ക്ക് നടത്തിയിട്ടുണ്ട്. അവർ അധ്വാനിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഈ ആക്ഷേപം ഉണ്ടല്ലോ, അത് ശോഭയെ ബാധിക്കുമോ? അത് ബാധിക്കുമോ എന്ന് എന്നോട് മുമ്പ് ആളുകൾ ചോദിച്ചിരുന്നതാണ്. പക്ഷെ അത് ബാധിക്കില്ല എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുത്തുവിനോട് ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു, അവസാനം അത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് അവസാനം CPM-ന്റെ മുകളിലാണല്ലോ. മറ്റേതെന്താന്ന് വെച്ചാൽ ഒരു ലാൻഡിലുള്ള സാമ്പത്തിക അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാൻ കൊടുത്താണ്. അത് കോടതിയിൽ കേസ് കൊടുത്ത് തീർക്കേണ്ടതാണ്. അത് പരസ്യ ഗോതയിലല്ലാതെ തീർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം അതിൻ്റെ അകത്ത് ഉള്ളടങ്ങിയ രാഷ്ട്രീയം CPM-നെതിരായിട്ടാണ് വന്നത്. ശോഭ അത് തിരിച്ചിട്ട് EP ജയരാജന്റെ നെഞ്ചത്തേക്ക് വെച്ചു കൊടുത്തു. പൊളിറ്റിക്കലി
അത് അവർക്ക് വലിയ ഗുണം ചെയ്യുന്ന വിധത്തിലാണ് പൊളിറ്റിക്കലി ശോഭ വിൻ ചെയ്തു. അതെ, അത് അക്കാര്യത്തിൽ. അതുകൊണ്ട് അത് ശോഭയെ സ്പർശിക്കുന്ന ഇതേ അല്ല. അത് തന്നെ പോളിംഗ് അവിടെ ഡയറക്റ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാനുള്ളത്, ഈ മാധ്യമ രംഗത്തെ വലിയ പാരമ്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിയും ജയിക്കാൻ സാധ്യതയുണ്ടോ? ശോഭ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തെന്നാൽ ശോഭ അവിടുത്തെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയൊരു മതിപ്പുളവാക്കിയിട്ടുണ്ട്. അത് പാർട്ടി ഭേദമന്യേ. ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും അവികസിതമായ പ്രദേശങ്ങളിലൊന്നാണ്. കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൊണ്ട് രൂഢമൂലമായ ജില്ലയാണ്. അപ്പുറവും ഇപ്പുറവും കടലും കായലും ഉണ്ടെങ്കിലും അവിടെ കുടിവെള്ളം ഇപ്പോഴും വലിയ പ്രശ്നമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൊന്നപ്പുറ വയലാർ കൊണ്ട് സകല കയർ ഫാക്ടറികളും പൂട്ടി. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കയറിൻ്റെ ഉസ്താദ്, കയർ ഗവേഷകനായ തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ പോയി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് ആലപ്പുഴ നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അപ്പോൾ അത് നിൽക്കട്ടെ, ശോഭ ആ സ്ഥലത്ത് ഒരു ഭയങ്കര മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ആലപ്പുഴയിലുള്ള ഒരു പ്രമുഖ നേതാവുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൾ ഇവിടെ വന്നൊരു ഝാൻസി റാണിയായി എന്നാണ് പറഞ്ഞത്. BJPയുടെ കേരളത്തിലെ ഝാൻസി റാണിയാണ്. എതിരാളികൾ വരെ സംസാരിക്കുന്ന തരത്തിൽ ഒരു വലിയ മുന്നേറ്റം ശോഭ ഈ തവണ നടത്തിയിട്ടുണ്ട്. ശോഭയുടെ മത്സരങ്ങളിൽ ഇതുവരെ എങ്ങും ഒരിടത്തും ജയിച്ചിട്ടില്ലാത്ത ശോഭ ഈ തവണ ആലപ്പുഴയിൽ ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞില്ല. ശോഭ ജയിച്ചാൽ നമ്മുടെ ദേശീയ നേതാവായ KC വേണുഗോപാലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം രാജ്യസഭയിൽ തുടരും. അതെ, അദ്ദേഹം നിലവിലൊരു MP ആണ്. അല്ല, അദ്ദേഹത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി തോറ്റതാണല്ലോ സ്വന്തം വീട്ടിൽ. അല്ല, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ആളാണ്. ആ റോളുകൾക്കൊന്നും ഒരു മാറ്റവും വരുന്നില്ല. ശോഭയുടെ ചേരിയുടെ ധാരണ ഇത്തവണ ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കി വിട്ടത് KC വേണുഗോപാലാണെന്നാണ്. അങ്ങനെയാണ് മുത്തു എന്നോട് പറയുന്നത്. അല്ല, അത് CPMന്റെ CPM ആണെന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് നേരത്തെ. അവർ പക്ഷേ ഇന്ന് ദല്ലാലിനെ തള്ളിക്കളയുകയും ചെയ്തു, പിണറായിയൊക്കെ. അതെ അതെ. അല്ല, ഈ ദല്ലാൽ നന്ദകുമാറിന് കോൺഗ്രസ്സുകാരുമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം CPM. അല്ല, പത്തനംതിട്ടയെ കുറിച്ച് എന്ത് പറയുന്നു? പത്തനംതിട്ടയിലെ സാധ്യതകളും തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം 30% മുകളിൽ മറ്റേ അനിൽ ആന്റണിക്ക് വോട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പം 30% മുകളിലേക്ക് ആര് പോയാലും അത് ജയസാധ്യതയുള്ള ആളാണ് എന്നുള്ളതാണ്. 2%-ൻ്റെയോ 3%-ൻ്റെയോ വ്യത്യാസമാണ് ഉണ്ടാക്കേണ്ടത്. അതാണ് അവസാനത്തെ ലാപ്പിൽ. ചില സഭാവിഭാഗങ്ങളൊക്കെ അനിൽ ആന്റണിയുടെ കൂടെയാണ്. ആന്റണിയുടെ കൂടെ പരമ്പരാഗതമായി നിന്നിരുന്ന പല ആളുകളും ബിലീവേഴ്സ് ചർച്ചും കൂടി വന്നു അവസാനം. എനിക്ക് മനസ്സിലാവാത്തത്, എനിക്കൊരു കാര്യം അറിയാനായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേരളം ചാണകം ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് BJPയെ അഗണ്യ കോടിയിൽ തള്ളിയിരുന്ന ഒരു മാധ്യമ സംസ്കാരവും ജനങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്ന നാടാണ് കേരളം. അവിടെ ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ 4-5 സീറ്റുകളിൽ തൃശ്ശൂർ ജയിക്കും, ബാക്കിയുള്ളിടത്ത് ജയിച്ചേക്കാം എന്ന തരത്തിൽ BJP ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ കാരണം? അത് കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെയൊന്നും ഈ ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ അഖിലേന്ത്യാ തലത്തിൽ ഒരു മുസ്ലിം സംഘടനയും മുസ്ലിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാതിരുന്നത്. മുസ്ലിങ്ങൾ സൗകര്യമുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്നുള്ള നിലപാട് ഇപ്പോൾ ദിയോബന്ധ് പോലുള്ള ഒരു സംഘടനയും, ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരുന്നതാണ്. ആരും ഒരു ഇമാമും വടക്കേ ഇന്ത്യയിൽ ഇത്തവണ മുസ്ലിങ്ങൾ ഇന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് അത്. ഈ സമസ്തയിൽ തന്നെ ഡിവിഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. കാരണം ഉമ്മർ ഫൈസി മുക്കം LDFൻ്റെ കൂടെ നിൽക്കുന്ന വർത്തമാനം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബഹാവുദ്ദീൻ നദ്വി കേന്ദ്ര മുഷാവറ അംഗം അദ്ദേഹം UDFനെ അനുകൂലിക്കുന്ന നിലപാടെടുത്തു. മുസ്ലിം ലീഗിൻ്റെ കൂടെ സമസ്ത നിൽക്കുന്ന, അപ്പോൾ സമസ്തയുടെ അകത്ത് വലിയ ഡിവിഷൻ വന്നു. അത് മലബാറിൽ സമസ്തയുടെ ഡിവിഷൻ എന്ന് പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെയാണെങ്കിൽ ഈ ക്രൈസ്തവർക്കിടയിലും ഈ BJPയുടെയൊക്കെ സഹായം കൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവർ തിരിച്ചറിയുന്നുണ്ട്. ഈ ന്യൂനപക്ഷം എന്ന് കോൺഗ്രസ് പറയുമ്പോൾ മുഴുവൻ പ്രകടന പത്രത്തിൽ മുസ്ലിങ്ങളാണെന്നുള്ളത്. അത് മോദി ഒരുപാട് വ്യക്തമാക്കുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ആന്ധ്രയിലെ പൈലറ്റ് പദ്ധതി, കർണാടകയിലെ OBC
റിസർവേഷൻ 32% SC/ST അത് വീരപ്പ മൊയ്ലിയുടെ കാലത്താണ് നടപ്പാക്കിയത്. 4% എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. അതെ, വീരപ്പ മൊയ്ലിയുടെ കാലത്താണ്. പ്രധാന കാര്യം നമ്മൾ പറയാതിരുന്നുകൂടാ, മോഡിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സൽപ്പേര്, മോഡിയുടെ ഇമേജിനും അദ്ദേഹത്തിന്റെ ഗുഡ്വില്ലിനും കേരളത്തിൽ നിന്ന് വലിയൊരു സപ്പോർട്ടാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെ മുത്തലാഖ് നിർത്തലാക്കിയ മോദിക്കല്ലേ മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യേണ്ടത്. പക്ഷെ എല്ലാവരും ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ല. മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല, സാർവത്രികമായി എല്ലാ വിഭാഗം ജനങ്ങളും, ഈ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു ഭേദമന്യം മോഡിക്ക് ഒരു വോട്ട് ചെയ്യുന്നവരായിരുന്നു. ഇപ്പോൾ ഇന്ന് KS രാധാകൃഷ്ണൻ വോട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് KS രാധാകൃഷ്ണനല്ല, അത് മോഡിക്ക് വീണ വോട്ടാണ്. അതെ അതെ, അങ്ങനെ എല്ലായിടവും വീണു. ജയസാധ്യത ഉണ്ടെന്നോ ഇല്ലെന്നോ നോക്കാതെ അവർ മോഡിക്ക് വോട്ട് ചെയ്തവരാണ്. അപ്പോൾ ഇത് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾക്കെല്ലാം. ഈ തിരുവനന്തപുരത്ത് ബിഷപ്പ് നെറ്റോ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. FCRA ലംഘനങ്ങളുടെയൊക്കെ പേരിൽ അവിടെ ഈ ട്രാവൻകൂർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന അവരുണ്ടാക്കിയിട്ട് വിദേശത്തു നിന്ന് സംഭാവന സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അത് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തടഞ്ഞു എന്ന് ബിഷപ്പ് നെറ്റോ പറയുമ്പോൾ തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടാണെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് സംസ്ഥാന പോലീസ് നടത്തിയിട്ട് നൽകിയിട്ടുള്ള രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തടഞ്ഞത്. അതെ, അപ്പോൾ അദ്ദേഹവും മറ്റേ അനുകൂലമായിട്ടുള്ള നിലപാടാണ്, LDF-നെതിരായ നിലപാടാണത്. പിന്നെ പത്തനംതിട്ടയിൽ നമ്മൾ ഇന്ന് വന്ന ഒരു വാർത്ത, ഒരു കോടതി വിധിയാണ്. നിലയ്ക്കൽ വിമാനത്താവളത്തിൽ അതിന് ശബരിമല എയർപോർട്ടിനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. ഈ ലാൻഡ് അക്വസിഷനുള്ള അനുമതി നിഷേധിച്ചു. അപ്പോൾ അത് വരുന്നതിന് അത് വോട്ടർമാർ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതിന്റെ തിരിച്ചടിയും ആർക്കാണ് വരുന്നത്? മാത്രമല്ല, അനിൽ ആന്റണിയുടെ ഒരു വമ്പൻ വാഗ്ദാനമുണ്ട്. റെയിൽ കോച്ച് ഫാക്ടറി, വന്ദേ ഭാരത് കോച്ച് ഫാക്ടറി തിരുവല്ലയിൽ കൊണ്ടുവരും. പത്തനംതിട്ടയിൽ നിന്നാണ്, പക്ഷെ അടുത്ത റെയിൽ പൂഞ്ഞാറിലേക്ക് ഇഷ്യൂ ഉണ്ടല്ലോ, ഈരാറ്റുപേട്ട. അല്ല, ഇപ്പൊ സഭയ്ക്ക് അനിൽ ആന്റണിയുടെ കൂടെ നിൽക്കും തന്നെയാണ് വിചാരിക്കേണ്ടത്. അതെ, നമ്മളിപ്പോ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വലിയ മത്സരം നടക്കുന്ന BJP മുന്നേറിയ 4 മണ്ഡലങ്ങളിലും BJPക്ക് ജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ഉറപ്പിക്കാം, ബാക്കിയുള്ളിടത്ത് ജയിച്ചേക്കാം എന്ന അവസ്ഥയാണ്. അപ്പോൾ മറ്റു മണ്ഡലങ്ങളിലും പൊതുവിൽ എടുക്കുമ്പോൾ പാലക്കാടും ഉണ്ടോ? BJPക്ക് കിട്ടാവുന്ന 5 മണ്ഡലം. പാലക്കാട് ഈ അവസാനത്തെ സർവേയില് കൃഷ്ണകുമാറും 30ന്റെ മുകളിൽ വരുന്നുണ്ട്. അവിടെ LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ്. പിന്നെ കാസർഗോഡും നല്ല മത്സരം നടന്നിട്ടുണ്ട്. അതെ അതെ, പക്ഷേ ഇപ്പൊ നമ്മളൊരു വിന്നബിലിറ്റി ഉള്ള മണ്ഡലങ്ങളായിട്ട് നമ്മൾ ഈ 4 മണ്ഡലങ്ങളാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റൊന്ന് എനിക്ക് അറിയാനുള്ളത്, നിങ്ങളുടെ നിരീക്ഷണത്തിൽ കേരളത്തിൽ LDF എത്ര സീറ്റ് കിട്ടും, UDF എത്ര കിട്ടും? ഞാൻ പക്ഷേ LDF-ന് അങ്ങനെ കാര്യമായ സീറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കണ്ണൂർ ജയിക്കും. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ആകെ ഒരു സാധ്യതയുള്ള സ്ഥലം കണ്ണൂരാണ്. വടകര ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അത് അവര് തന്നെ കൊണ്ട കളഞ്ഞല്ലോ. വ്യാജ ആരോപണങ്ങളും ഒക്കെ അതൊക്കെ തിരിച്ചടിച്ചു. സഹതാപ രംഗം ഷാഫിക്ക് ഉണ്ടാകുന്ന വീട്ടിലായിപ്പോയി സംഭവങ്ങൾ. അത് എന്താന്ന് വെച്ചാൽ ഈ കണ്ണൂരിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഒരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണൂർ ഒലിച്ചു പോകുമല്ലോ. പിന്നെ ജയരാജന് മാത്രമായിട്ട് ഒരു തുരുത്തിൽ നിൽക്കാനൊന്നും പറ്റില്ല വിജയിയായിട്ട്. ആ പ്രശ്നം കണ്ണൂരിലുണ്ട്. മാത്രമല്ല, ഇന്ന് സുധാകരൻ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിയിരുന്നു എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സുധാകരൻ പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചു എന്ന് വേണമല്ലോ കരുതാൻ. സുധാകരന് ആരോഗ്യമില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പ്രവർത്തനം നന്നായില്ല എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇടതുപക്ഷം വെറുതെ പറഞ്ഞു വരുത്തിയതാകാൻ. അങ്ങനെയാണോ? LDF-ന് ഒരു സീറ്റും കിട്ടില്ല എന്നാണോ അങ്ങയുടെ നിരീക്ഷണം? LDF-ന് ഈ തവണ സീറ്റില്ല, വട്ടപൂജ്യമായിരിക്കും. ആലപ്പുഴയിൽ 13-2-5 ഇതാണ് എന്നെ 13-2-5 ലീഗിന്റെ. അപ്പോൾ 15+5 സീറ്റ് BJPക്ക് സാറ് പ്രവചിക്കുന്നു. അതെ അതെ. രാമേന്ദ്ര സാറോ? BJPക്ക് പരമാവധി 2 സീറ്റ് കിട്ടാന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കിയൊക്കെ BJP അക്കൗണ്ട് തുറക്കും എന്നാണ്. ഒരു മണ്ഡലത്തിലെങ്കിലും തുറക്കും. LDF അമ്പെ പരാജയപ്പെടും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വർത്തമാനത്തിന്റെ ഒരു സംഗ്രഹം. ഒരു കാര്യം കൂടി എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുണ്ട്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് നിങ്ങൾ എപ്പോഴും കേൾക്കാറില്ലേ? കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഈ ഒറ്റ സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ജയിച്ചപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിന് മാത്രമായി കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് 37.46%.
മറ്റേ CPM-ന് കിട്ടിയത് 25.97%. 12% വ്യത്യാസമുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ്. കേരളത്തിലെ വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. അതെ, അതാണ് കോൺഗ്രസ്സാണ് വോട്ടിങ്ങിൽ. ആ ലോക്സഭയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ അവസ്ഥ നിലനിന്ന് കഴിഞ്ഞാൽ ഈ സ്വീപ്പ് തന്നെയാണത്. കേരളത്തിന് ഇടതുപക്ഷ മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തോൽക്കുന്നത് കോൺഗ്രസ്സുകാരെ കൊണ്ടാണ്. അതെ അതെ, ഒന്നീ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാതിരിക്കും, ഇല്ലേ എതിരായിട്ട് ചെയ്യും. അതെ, ഇതാണ്. ഏതായാലും കേരളം വോട്ട് ചെയ്ത് കഴിഞ്ഞു. വിധി എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കണം. നമ്മുടെ ഇന്നത്തെ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, ഇടതുപക്ഷത്തിന് സീറ്റൊന്നും കിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അവസാന വിധി ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.